മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന തരത്തിലുള്ള ശക്തമായ മഴ നിലവിൽ ഇപ്പോൾ കോട്ടയത്ത് പെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് ഇപ്പോൾ ഈ കോട്ടയം താലൂക്കിൽ പെയ്യുന്നത്. അതേസമയത്ത് തന്നെ മലയോര മേഖലകളിൽ, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട, പൂഞ്ഞാർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിൽ ചെറിയ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള മഴ ഉണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുതുപ്പള്ളി കൊട്ടാരത്തിൽക്കടവ് ഭാഗത്താണ്. ഇത് മീനച്ചിലാറിന്റെ കൈവഴിയാണ്. ഈ ഭാഗത്തൊക്കെ തോടുകളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കോട്ടയത്ത് ഏറ്റവും വലിയ ദുരിതമായി മാറിയിരിക്കുന്നതും ഇത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഈ തോടുകളും ഒക്കെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ പരമാവധി മാറ്റിപ്പാർപ്പിക്കാൻ ഇന്നലെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഇന്നലെ രാത്രി ഈ ദൃശ്യങ്ങൾ കാണുന്ന വീടുകളിലൊക്കെയുള്ള ആളുകളൊക്കെ തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ മാറ്റിയതാണ്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. എന്തായാലും മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ ജില്ലയിൽ തുറന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇനി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. കാരണം പുതുപ്പള്ളി പള്ളിയിൽ അടുത്തൊരു ക്യാമ്പ് തുറക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ദുരിതമാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. എന്തായാലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ കളക്ടർ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ മഴക്കാല സമയത്തെന്ന് പറയുന്നത്, ഈ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഡിസംബർ 4 വരെ ഈ രാത്രികാല യാത്രയ്ക്ക് കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഈ പാമ്പാടി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ വലിയ രീതിയിൽ വെള്ളമൊക്കെ കയറി അത് വലിയ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടായി. മാത്രമല്ല നെടുങ്കുന്നം ഭാഗത്ത് ഏകദേശം ഒരു 10ഓളം കുടുംബങ്ങളെ ഇന്നലെ രാത്രിയോട് തന്നെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെയൊക്കെ കണ്ട തരത്തിലുള്ള ഈ പുതുപ്പള്ളി മീനടം ഭാഗത്തൊക്കെ വലിയ ആളുകളൊക്കെ തന്നെ ഇതിനോടൊക്കെ തന്നെ ചെറിയ രീതിയിലൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് നിലവിൽ കോട്ടയത്തുള്ളത്. അത് ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ദുരിതമായി നിൽക്കുന്നത് ഈ ചെറിയ രീതിയിലുള്ള ഈ തോടുകളും ഒക്കെ തന്നെ, പ്രത്യേകിച്ച് ഈ മീനച്ചിലാറിന്റെ നമുക്ക് കൈവഴികൾ അത് കരകവിഞ്ഞ് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് നിലവിൽ ഏറ്റവും പ്രശ്നമായി നിൽക്കുന്നത്. പക്ഷേ ഈ രീതിയിൽ മഴ ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ, ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് നിലവിലുള്ളതെങ്കിൽ ഒന്ന് ഉച്ചയോട് കൂടി തന്നെ ഈ വെള്ളമൊക്കെ ഇറങ്ങി ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറാനാണ് സാധ്യത. മോത്തി. ശരി ഷിനോജ്.